CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത് 17 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിന്റെ പേരിലെന്ന് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ മുഹമ്മദ് അലി നിലവിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ M സ്വരാജ് മര്യാദ പഠിപ്പിക്കേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണിയിൽ ഓടിക്കൊണ്ടിരുന്ന പുതിയ മഹീന്ദ്ര താർ വാഹനം തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചു. ശനിയാഴ്ച വൈകുന്നേരം ഏകദേശം 4:30 സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. LDF പെരിന്തൽമണ്ണയിൽ മുനിസിപ്പൽ റാലിയും പൊതുയോഗവും നടത്തി. നാടൻ കലാരൂപങ്ങളെ അണിനിരത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അൽസലാമ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ചെറുകാട് കോർണറിൽ സമാപിച്ചു. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത് 17 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിന്റെ പേരിലെന്ന് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ മുഹമ്മദ് അലി നിലവിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രൂരമായിട്ടാണ് അവരെ ആക്രമിച്ചത്. കാരണം വണ്ടൂർ സ്വദേശിയും വ്യവസായിയുമായ CP മുഹമ്മദ് അലിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 തിരുമറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിനു സമീപത്ത് നിന്ന് കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയത്. കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ മുഹമ്മദ് അലിയുടെ കാർ കൊട്ടേഷൻ സംഘം തടഞ്ഞു നിർത്തി തകർക്കുകയായിരുന്നു. തുടർന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഇദ്ദേഹത്തെ ബലമായി വാഹനത്തിലേക്ക് കയറ്റി പത്തംകുളത്തെ ഒരിടത്തെത്തിച്ചു. ബന്ധുക്കൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് സംഘം 17 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ് മുഹമ്മദ് അലിയോട് സംസാരിച്ചത്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നതെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. സംഘം മദ്യപിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ തക്കം നോക്കി മുഹമ്മദ് അലി കൊട്ടേഷൻ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാരാണ് പരിക്കേറ്റ നിലയിൽ കണ്ട ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മദ്യപിച്ചപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി ഇറങ്ങിപ്പോന്നതാണ്. അവരൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുണ്ടായത്. പിന്നെ പള്ളിയിൽ വന്നു കഴിഞ്ഞ ആളുകളാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മർദ്ദിച്ചിട്ടുണ്ടോ? നന്നായി മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുറികളുണ്ട്, മുറികളുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചതുപോലെ അങ്ങനെ വല്ല സംശയങ്ങളും? ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ജസ്റ്റ് പറഞ്ഞത്. കൈകൊണ്ടാണ് പരിക്കെടുത്തത്. എന്താണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു മോട്ടീവ് എന്താണെന്നുള്ള മനസ്സിലാക്കുന്നത്? പുള്ളി പറയുന്നത് അതായത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നങ്ങളില്ല, ഒരു സംഗതി ഇല്ല. മുൻപ് വല്ല ഭീഷണി അങ്ങനെ വല്ലതും അല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അതൊരു കൊടുത്തല്ല ആരാണ് എന്നുള്ള കാസർഗോഡ് എല്ലാ ആളുകളാണ് എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ബിസിനസ്മാനാണ്. ജിദ്ദയിലല്ലേ ഇവര്? പിന്നെ പരിചയമുള്ള ഈ ടീമുകൾ എത്ര അംഗ സംഘാണെന്നുള്ളത് 8 ആളുകൾ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. വാഹനങ്ങളായിട്ട് തോക്ക് ചൂട്ടി ഭീഷണി കൊണ്ട് ആണ് കൊണ്ടുപോയത്. വണ്ടിക്കാകെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN ഒറ്റപ്പാലം. വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ M സ്വരാജ് മര്യാദ പഠിപ്പിക്കേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് UDF. കാരണം നല്ല തിരിച്ചുവരവ്, ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവ് UDF ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് ഒന്നാമത്തെ കാര്യം സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ജനവികാരം. അത് വീടുകളിൽ കയറിയ സ്ഥാനാർത്ഥികളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഞങ്ങളത് ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള സർക്കാരിനോടുള്ള പല കാരണങ്ങളിലുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ
രണ്ടാമത് സാധാരണ പതിവില്ലാത്ത ഞങ്ങൾ നല്ല മുന്നേറ്റം തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ കേരളമൊട്ടാകെ പ്രതിഷേധത്തിലാണ്. സകല മേഖലയിലും LDF സർക്കാർ പരാജയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വികാരം UDFന് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി 2019 വരെ LDFനൊപ്പമായിരുന്നു. 42 വർഷം CPIM ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം പുലർത്തി. ഹിറ സെന്ററിൽ CPIM നേതാക്കൾ നിത്യ സന്ദർശകരായിരുന്നു. കാപട്യത്തിന്റെ പര്യായമാണ് പിണറായി വിജയൻ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് CPM നടത്തുന്നത്. അവരുടെ കൂടെ കൂടിയാൽ എല്ലാം നല്ലതും, കോൺഗ്രസിനൊപ്പം ചേർന്നാൽ വർഗീയ പാർട്ടിയും. അതാണ് CPM നയം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങയുടെ പേര് അങ്ങയുടെ കാപട്യത്തിന്റെ പര്യായമാണ് അന്ന്. ഇങ്ങനെ ഈ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ബന്ധമില്ല, കണ്ടിട്ട് പോലും ഏത് ജമാഅത്തെ ഇസ്ലാമി, ഏത് വെൽഫെയർ പാർട്ടി എന്നിട്ട് പിണറായി വിജയനെ പോലൊരാളെ ചോദിക്കാമോ? നിങ്ങൾ വേറെ കാര്യം തന്നെയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ മുഴുവൻ മത ന്യൂനപക്ഷങ്ങളെ പ്രേരിപ്പിക്കണം. അന്ന് വ്യാപകമായി എല്ലാ പാർലമെന്റ് ഇലക്ഷന്റെ എല്ലാ ദിവസവും പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത്. 35ാമത്തെ ദിവസം ഞാനൊരു പത്രസമ്മേളനം നടത്തി. ഇങ്ങനെ ന്യൂനപക്ഷ പ്രയോജനം നടത്തില്ല, അവർ ഒന്നിനെ പോകില്ല എന്ന്. അന്ന് ഈ പൗരത്വ രജിസ്റ്റർ അറിയാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സംസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് 843 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ പിൻവലിച്ച കേസ് 112. അത് ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ കേസ് പിൻവലിക്കാതിരുന്നത്? BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനാണ് കേസുകൾ പിൻവലിക്കാതിരുന്നത്. അന്ന് ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല എന്ന് കണ്ട ഉടൻ തന്നെ നേരെ മാറി ഇപ്പൊ അവരുടെ ഭൂരിപക്ഷ പ്രീണനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി. എന്നാൽ മുന്നണിയിലോ അസോസിയേറ്റ് പാർട്ടിയായോ എടുത്തിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി മറുപടി പറയേണ്ട കാര്യമേയില്ല. ഒരു പരാതി പോലും കിട്ടാതെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയാണ്. ഇപ്പോൾ പരാതി വന്നു, പോലീസിൽ കൊടുത്തു. പരാതി കിട്ടി 24 മണിക്കൂർ കൊണ്ട് നടപടിയെടുത്തു. രാഹുൽ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറിനെ മുന്നണിയിലെടുക്കുന്നത് UDF ആലോചിച്ച് തീരുമാനിക്കും. ഞങ്ങളുടെ ചെറുപ്പക്കാരെ M സ്വരാജ് മര്യാദ പഠിപ്പിക്കേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് AC മഹേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി VP നിസാർ, ട്രഷറർ അബ്ദുൽ ഹൈ എന്നിവർ സംസാരിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഉപഹാരം നൽകി. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഓപ്പൺ ജിമ്മിൽ ടൗൺ ക്ലബിന്റെ നേതൃത്വത്തിൽ ഉണർവ് ഡേ കെയർ യൂണിറ്റിലെ കുട്ടികൾക്കായി പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികൾക്ക് വ്യായാമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും ഉപകരണങ്ങൾ പരിചയപ്പെടുത്താനുമാണ് ക്ലബ്ബ് ഈ ഉദ്യമം ഏറ്റെടുത്തത്. പരിശീലന പരിപാടിയിൽ ടൗൺ ക്ലബിന്റെ ഭാരവാഹികളായ പ്രസിഡന്റ് ബഷീർ, ട്രഷറർ ഇക്ബാൽ, മറ്റ് ക്ലബ് അംഗങ്ങളായ സയ്യിദ് ഹസൻ, താഹിർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കുട്ടികളെക്കാൾ ചിലവർ രക്ഷിതാക്കളെ ഞാൻ കണ്ടു, അതായത് ശ്രദ്ധിച്ചു പറഞ്ഞിട്ട് ചിലർക്ക് കയറാനൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ദിവസേന ഇവിടെ വരിക, വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റി മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള പല സ്ഥലങ്ങളിൽ ഇത് വരികയാണ്. വാർഡ് തലങ്ങളിലേക്ക് അടക്കം വരാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഒക്കെ അടക്കാൻ വേണ്ടി വരികയാണ്. നിങ്ങൾ രാവിലെ വന്നു നോക്കി അറിയാം, ഒരുപാട് നമ്മളെ പോലുള്ള രക്ഷിതാക്കളും സ്ത്രീകളും ഉൾപ്പെടെ, ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞ സ്ത്രീകളും ഉൾപ്പെടെ എന്നാണ്. നമ്മൾ വീട്ടിൽ ഒരുപാട് തിരക്കുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കുട്ടികളെ നേരെയാക്കാൻ ടൗൺ ക്ലബ്ബോ ഞാനോ ഉണർവോ അല്ല. ഇവിടെ ഇപ്പോൾ ഉണർവിൻ്റെ ട്രസ്റ്റ് അംഗങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്താ വെച്ചാൽ സഹായമുള്ളൂ. ടൗൺ ക്ലബ് സെക്രട്ടറിയും പ്രമുഖ പരിശീലകരുമായ ഷാജിയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. ഓപ്പൺ ജിമ്മിലെ ഉപകരണങ്ങൾ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്നും ശാരീരിക ക്ഷമത നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു. ഉണർവ് ഡേ കെയറിലെ അധ്യാപികയായ സ്വയംപ്രഭ കുട്ടികളോടൊപ്പം പങ്കെടുത്തു. രക്ഷിതാക്കളും ചടങ്ങിനെത്തിയിരുന്നു. ക്ലബിന്റെ ഈ സാമൂഹിക പ്രതിബദ്ധതയെയും കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടിയെയും രക്ഷിതാക്കൾ അഭിനന്ദിച്ചു. CCN ചെർപ്പുളശ്ശേരി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷനിലേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റഷീദ് ആലായിന്റെ പ്രചാരണം അലനല്ലൂർ ടൗണിൽ സജീവമായി. ടൗണിലെ കടകളിൽ കയറിയും യാത്രക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചുമാണ് അദ്ദേഹം പ്രചാരണം പൂർത്തിയാക്കിയത്.
മത്സരം വ്യക്തിപരമല്ലെന്നും രാഷ്ട്രീയപരമായാണ് പോരാട്ടത്തെ കാണുന്നതെന്നും റഷീദ് ആലായൻ പ്രതികരിച്ചു. എതിർ സ്ഥാനാർത്ഥികളെ വിഷയമാക്കുന്നില്ലെന്നും ഡിവിഷൻ അനായാസം പിടിച്ചടക്കാനാവുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു തവണ ഒഴികെ മുൻകാല ചരിത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷൻ UDFന്റെ കൈകളിലായിരുന്നു. ഈ കോട്ട തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും ഒരു പൊതുപ്രവർത്തകൻ നിലക്ക് എന്നാലടിയുന്ന എല്ലാ കഴിയുന്ന സേവനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏത് സമയത്തും ആളുകൾക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് സേവനം നൽകി എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏതെങ്കിലും ഒരാൾ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കക്ഷിയോ വിഭാഗമോ നോക്കാതെ ഏതൊക്കെ പദവിയാണ് മുന്നണിയും പാർട്ടിയും നൽകിയിട്ടുള്ളത്, ജനങ്ങൾ അധികാരമേൽപ്പിച്ചിട്ടുള്ള ആ സമയങ്ങളിലൊക്കെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിക്കൊണ്ട്, പ്രത്യേകിച്ച് ഗ്രാമീണ വികസനം പരിപൂർണമാകുന്നതിന് വേണ്ടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇവിടുന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ എനിക്കും മറ്റ് സ്ഥാനാർത്ഥിമാർക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി സഹായിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. MSF കാലഘട്ടം മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള റഷീദ് ആലായൻ പിന്നീട് യൂത്ത് ലീഗിന്റെ മണ്ഡലം, ജില്ലാ, സംസ്ഥാന ഭാരവാഹിത്വങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് 3 തവണ മത്സരിച്ച് വിജയിച്ച അദ്ദേഹം ഒരു തവണ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായും 2 തവണ ഉപാധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിവിധ സ്ഥിരം സമിതി അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായും UDF ചെയർമാനായും സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗവുമാണ് റഷീദ് ആലായൻ. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണിയിൽ ഓടിക്കൊണ്ടിരുന്ന പുതിയ മഹീന്ദ്ര താർ വാഹനം തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചു. ശനിയാഴ്ച വൈകുന്നേരം ഏകദേശം 4:30 സംഭവം. വാഹനത്തിൽ ഉണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണാർക്കാട് സ്വദേശിയായ അൻസിലിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് അഗ്നിക്കിരയായത്. പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്നു വാഹനം. യാത്രാമധ്യേ കരിങ്കല്ലത്താണിയിൽ എത്തിയപ്പോൾ വാഹനത്തിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രികരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ വാഹനം നിർത്തി ഇവർ പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ തീ മറ്റു ഭാഗങ്ങളിലേക്ക് അതിവേഗം പടരുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീപിടുത്തത്തിൽ വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. കേടുപാടുകളില്ലാതെ രക്ഷപ്പെട്ട യാത്രികർക്ക് ആശ്വാസമായി. കേവലം 4 ദിവസം മുൻപ് മാത്രമാണ് ഈ പുതിയ വാഹനം വാങ്ങിയതെന്ന് ഉടമ അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. CCN ചത്തല്ലൂർ. KSTA ചെർപ്പുളശ്ശേരി ഉപജില്ലാ കമ്മിറ്റിയുടെ കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം താന്നിക്കുന്ന് മലയിൽ ഭാഗത്ത് നടന്നു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു താക്കോൽ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളുകളിലേക്കാണ് ഇപ്പോൾ കുട്ടികളെ കൂടുതൽ അയക്കുന്നത്. അതോടുകൂടി ഈ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പോക്ക് കുറയാൻ തുടങ്ങി. ഇപ്പൊ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പോകുന്നത് അവരുടെ ഒരു പരസ്യം കണ്ടിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് അവിടെ കൊണ്ട് ചേർത്തണമെന്ന് ഇവരൊരു പരസ്യം നന്നായി കൊടുക്കുമല്ലോ, അങ്ങനെ പോകുന്നുള്ളൂ. ഇപ്പൊ സർക്കാർ വിദ്യാലയങ്ങൾ അത്രത്തോളം മികച്ചതായി. ഞാൻ ഈ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല, നമ്മൾ ആദ്യം ഈ സ്ലേറ്റും പെൻസിലും കൊണ്ടാണല്ലോ പോവുക, ഇല്ലേ? അങ്ങനെ പഠിച്ചവരുണ്ടാവുമല്ലോ ഇവിടെ. താന്നിക്കുന്ന് ഗവൺമെന്റ് LP സ്കൂൾ, കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പിതാവ് നഷ്ടപ്പെട്ട 3 വിദ്യാർത്ഥിനികളും അവരുടെ അമ്മയും മുത്തശ്ശിയും അടങ്ങുന്ന കുടുംബത്തിനാണ് KSTA സ്നേഹഭവനം നിർമ്മിച്ച് നൽകിയത്. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ AM സുനിൽകുമാർ അധ്യക്ഷനായി. സംസ്ഥാന വ്യാപകമായി പ്രയാസം നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി KSTA 164 വീടുകളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് നൽകുന്നത്. ഇതിൽ പാലക്കാട് ജില്ലയിൽ മാത്രം കൈമാറ്റം ചെയ്യുന്ന 13ാമത്തെ വീടാണിത്. കുട്ടിക്കൊരു വീട് കൺവീനർ ഡോക്ടർ N രാജേഷ് പദ്ധതിയുടെ വിശദാംശങ്ങൾ ചടങ്ങിൽ വിശദീകരിച്ചു. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K ജയദേവൻ, KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഉപജില്ലാ സെക്രട്ടറി R ബിജു സ്വാഗതവും ട്രഷറർ G പ്രശോഭ് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം.
തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിൽ ജനവിധി തേടുകയാണ് തുള്ളൽ കലാകാരി പ്രിയ രാജേഷ്. ഇടതു സ്വതന്ത്രയായി മൊബൈൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന പ്രിയ രാജേഷ് കലാരംഗത്തെ മികവിനൊപ്പം പൊതുപ്രവർത്തന രംഗത്തും തന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരിയാണ് പ്രിയ രാജേഷ്. പ്രസിദ്ധ തുള്ളൽ കലാകാരനായ രാജേഷ് കുഞ്ചൻ സ്മാരകത്തിന്റെ സഹധർമ്മിണി കൂടിയായ പ്രിയ കലാജീവിതത്തിനൊപ്പം തന്നെ പൊതുപ്രവർത്തനവും വഴങ്ങുമെന്ന് തെളിയിക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ്. നിലവിൽ 21 വാർഡുകളുള്ള പഞ്ചായത്തിൽ ഭരണം തുടരാനായി LDF വികസന മുന്നേറ്റം ഉയർത്തിക്കാട്ടുമ്പോൾ 20 വർഷത്തോളമായി പ്രതിപക്ഷ വാർഡായി നിലകൊള്ളുന്ന 19-ാം വാർഡിൽ വികസനം തീരെ മുരടിച്ച അവസ്ഥയാണുള്ളതെന്ന് പ്രിയ ചൂണ്ടിക്കാട്ടുന്നു. തന്നെ വിജയിപ്പിച്ചാൽ പൊയ്മുഖമില്ലാത്ത വാഗ്ദാനങ്ങളിലൂടെ ഈ വാർഡിൽ യഥാർത്ഥ വികസനം എത്തിക്കാനാകും എന്നാണ് പ്രിയ വോട്ടർമാർക്ക് ഉറപ്പു നൽകുന്നത്. തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ശേഷം 4 മാസങ്ങൾക്ക് മുൻപ് ഏറ്റ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കാനായാണ് പ്രിയ രാജേഷ് ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കും പറന്നത്. ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ നടന്ന ഭാരതീയ കലാമഹോത്സവത്തിലും പങ്കുചേർന്ന ശേഷമാണ് പ്രിയ പ്രചാരണ രംഗത്ത് വീണ്ടും സജീവമായത്. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭയിൽ നിലവിലെ 8 കൗൺസിലർമാർ ഇത്തവണയും ജനവിധി തേടും. LDF-ലെ 5 പേരും UDF-ലെ 3 പേരുമാണ് മത്സരിക്കുന്നത്. ഭരണകക്ഷിയായ LDF-ൽ നിന്നും 5 പേരും UDF-ൽ നിന്നും 3 പേരുമാണ് തങ്ങളുടെ പ്രവർത്തന പരിചയം മുതൽക്കൂട്ടാക്കി വിജയം ഉറപ്പിക്കാൻ മത്സരിക്കുന്നത്. നഗരസഭയിൽ 3 തവണ കൗൺസിലറായി പ്രവർത്തിച്ച പരിചയസമ്പത്തുമായി K ഉണ്ണികൃഷ്ണൻ 14-ാം വാർഡായ പാതായ്ക്കര UP സ്കൂളിൽ നിന്നും വീണ്ടും ജനവിധി തേടുന്നു. നെച്ചിയിൽ മൻസൂർ വലിയങ്ങാടി വാർഡിലും അമ്പിളി മനോജ് ആനത്താനം വാർഡിലും വൈസ് ചെയർപേഴ്സണായിരുന്ന A നസീറ ആശാരിപ്പടിയിൽ നിന്നുമാണ് വീണ്ടും മത്സരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. പെരിന്തൽമണ്ണയിൽ ആകെ ഒരു വലിയ വിജയം ഉണ്ടാകും. അത് ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ മത്സരിക്കുന്ന കുട്ടിപ്പാറ 14-ാം വാർഡ് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശമാണ്. എന്നെ അറിയുന്നവരും എന്നോട് അത്ര ആത്മബന്ധമുള്ളവരും എനിക്ക് തിരിച്ചും അതേ ബന്ധമുള്ളവരാണ്. വളരെ ആത്മബന്ധമുള്ള വീടുകളാണ് എല്ലാവരും, കുടുംബങ്ങളും എല്ലാവരും. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയിൽ എനിക്ക് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് പറയാനുള്ളത്. അതേസമയം UDF കൗൺസിലർമാരായ മുണ്ടത്തുപടി വാർഡിൽ ഹുസൈന നസീർ, തോട്ടക്കര വാർഡിൽ നിഷ സുബൈർ, ചിരട്ടമണ്ണ വാർഡിൽ കൃഷ്ണപ്രിയ എന്നിവരും തങ്ങളുടെ പ്രവർത്തന മികവ് ഉയർത്തിക്കാട്ടി വോട്ടർമാരെ സമീപിക്കുന്നു. ജനങ്ങളെല്ലാവരും ആ വാർഡത്തെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് ഹുസൈൻ താത്ത നിങ്ങൾ ഇനിയും കൗൺസിലറായിട്ട് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പോൾ 4-ലാണ് മത്സരിക്കുന്നത്. അവിടെ എനിക്ക് 100% വിജയത്തിന്റെ ഉറപ്പുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം തങ്ങളുടെ വാർഡുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഈ 8 കൗൺസിലർമാരും. നഗരസഭയിലെ ഭരണ തുടർച്ചയും മാറ്റവും നിർണയിക്കുന്നതിൽ ഈ സിറ്റിംഗ് കൗൺസിലർമാരുടെ പ്രകടനം നിർണായകമാകും. CCN പെരിന്തൽമണ്ണ. സർക്കാർ ആവിഷ്കരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ UDF ഭരണസമിതികളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഗൂഢാലോചന നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. മലപ്പുറം നഗരസഭ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മലപ്പുറം നഗരസഭയിലും ചരിത്രം കുറിക്കുന്ന ഒരു മാറ്റമുണ്ടാവണം. ഇവിടെയും ഇടതുപക്ഷത്തിന്റെ നേതൃത്വം ഉണ്ടാവണം. അതിന് വരാനിരിക്കുന്ന നാളുകളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നിങ്ങളെല്ലാം രംഗത്തിറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും നിറഞ്ഞ പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് കിട്ടാത്ത UDF ഭരണകാലം തിരിച്ചു വരണമെന്ന് ഒരാൾ പോലും ആഗ്രഹിക്കില്ല. നമ്മുടെ ആയുസിന്റെ കാലത്ത് UDF അധികാരത്തിലെത്തില്ലെന്നതാണ് വർത്തമാനകാല സാഹചര്യമെന്നും M സ്വരാജ് കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് മുസ്തഫ കൂത്രാടൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ മന്ത്രി V അബ്ദുറഹ്മാൻ LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്താകെ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് മലപ്പുറം മുനിസിപ്പൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മൾ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം EN മോഹൻദാസ് പ്രകടന പത്രിക ഏറ്റുവാങ്ങി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KP അനിൽ, നേതാക്കളായ KP ഫൈസൽ, CM നാണി, O സഹദേവൻ, STU മുൻ നേതാവ് അഷ്റഫ് പാറച്ചോടൻ എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. LDF ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി ചന്തപുരയിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു.
എം സെയ്താലി അധ്യക്ഷനായി. കെ പ്രേംകുമാർ MLA, CPI ജില്ലാ കൗൺസിൽ അംഗം P നൌഷാദ്, P അരവിന്ദാക്ഷൻ, AK ഷീലാദേവി, B രാജേഷ്, MC വാസുദേവൻ, MK ദേവി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ BJP വിട്ട് CPIMനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ച യുവമോർച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് ഉൾപ്പെടെയുള്ള 6 പേരെ ജില്ലാ സെക്രട്ടറി മാലയണിയിച്ച് സ്വീകരിച്ചു. SBI ജംഗ്ഷനിൽ നിന്നും റാലി തുടങ്ങി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഏലംകുളം ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അഞ്ജന ആലിപ്പറമ്പ് പഞ്ചായത്തിലെ വാർഡുകളിലും പര്യടനം നടത്തി. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ സജീവമായതോടെ ഏലംകുളം ഡിവിഷനിലെ മത്സരം കൂടുതൽ കടുത്തിരിക്കുകയാണ്. തേടാത്തതിന്റെ ഭാഗമായി ചില ആദിവാസി ഗോത്രങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കേരളത്തിൽ നിന്ന് വിവിധ പൊതുയോഗങ്ങളിലും സ്വീകരണ കേന്ദ്രങ്ങളിലും ജനങ്ങളുമായി സംവദിച്ച അഡ്വക്കേറ്റ് അഞ്ജന ആലിപ്പറമ്പ് പഞ്ചായത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ എത്തിക്കുന്നതിനായി LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പല പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ ആവാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെ പോലെ തന്നെ ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനം ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ നല്ല റോഡുകൾ വേണം, നല്ല വിദ്യാലയങ്ങൾ വേണം, നല്ല കുടിവെള്ള പദ്ധതികൾ വേണം, നല്ല ആശുപത്രികൾ വേണം. എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ പറയത്തക്ക നല്ലൊരു ഹെൽത്ത് സെന്റർ പോലുമില്ല. ഇതെല്ലാം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ളതാണ് എന്നും നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ ഹൈസ്കൂളുകൾ, ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് ആർക്കും അറിയില്ല. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി ബ്ലോക്ക്, വാർഡ് തലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളും അഞ്ജനയ്ക്കൊപ്പം വോട്ട് അഭ്യർത്ഥനയിൽ പങ്കുചേർന്നു. LDF നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. CCN പെരിന്തൽമണ്ണ. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും തിളങ്ങി അനഘ പ്രസാദ്. മാപ്പിളപ്പാട്ട്, അഷ്ടപതി, സംസ്കൃത ഗാനാലാപനം എന്നിവയിലാണ് ആലത്തൂർ ഗുരുകുലം സ്കൂളിലെ ഈ 10ാം ക്ലാസ്സുകാരി നേട്ടം കരസ്ഥമാക്കിയത്. കണ്ടു നബിക്കൂറി ഹക്കീം എന്റെയൊരു പേർ, കണ്ടു നബിക്കൂറി ഹക്കീം എന്റെയൊരു പേർ, സലിലം നണ്ടു കേൾക്കൂലക്കുവതിനായി, ഹത്തിംറേകൾ പിടിക്കാത്ത കുള്ളമാം ത്രിപാർത്ത സ്വഭാക്കൾ നിലയായി, ഹത്തിംറേകൾ പിടിക്കാത്ത കുള്ളമാം ത്രിപാർത്ത സ്വഭാക്കൾ നിലയായി, പാർത്ത സ്വഭാക്കൾ നിലയായി. UP തലം മുതൽ സംസ്കൃത ഗാനാലാപനത്തിൽ പരിശീലനം നടന്നുവരുന്നുണ്ട്. സംസ്കൃത അധ്യാപകൻ ഹരിപ്രസാദ് മാസ്റ്റർ എഴുതിയ വരികൾ സാഗർദാസ് ഈണം നൽകി ചിട്ടപ്പെടുത്തിയാണ് പരിശീലനം നടത്തിവന്നത്. പരിശീലന കോമളമലയ സമീദേ മധുകരനികര കരം വിത കോകില കൂജിത കുഞ്ച കുടീരേ. അഷ്ടപതിയിൽ പെരുവനം ശങ്കരനാരായണന്റെ കീഴിലും മാപ്പിളപ്പാട്ടിൽ റഷീദ് മോങ്ങത്തിന്റെ കീഴിലും കഴിഞ്ഞ 2 വർഷമായി പരിശീലനം നടത്തുന്നുണ്ട്. തടപവനാർദ്രവിലോലം മൗനം തു മൃദുവേണുഗാനം, താളിന്റെ തടപവനാർദ്രവിലോലം മൗനം തു മൃദുവേണുഗാനം, ഹൃദയസ്യ വീണയാ വിരഹസ്യ പഞ്ചമം വിലോലിനി ഗായതി രാധികാ യദുകുലനന്ദന പുനരേഹി മാധവാ, കാളിന്റെ തടപവനാർദ്രവിലോലം മൗനം തു മൃദുവേണുഗാനം.
IBSS ഗുരുകുലം വിദ്യാലയത്തിലെ 10ാം ക്ലാസ്സുകാരിയാണ് അനഘ. പ്രസാദ് എ നായരും ലക്ഷ്മി പ്രിയയുമാണ് മാതാപിതാക്കൾ. ഇപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് ഇൻഡിവിജ്വൽ പോണത്. 3 ഇൻഡിവിജ്വൽ ഫസ്റ്റ് ആയിരുന്നു. മാപ്പിളപ്പാട്ട് ഫസ്റ്റ്, ഗാനലാപനം ഫസ്റ്റ്, അഷ്ടപതി ഫസ്റ്റ്, പിന്നെ തിരുവാതിരയും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഞാൻ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി പഠിച്ചിട്ട്. മാപ്പിളപ്പാട്ട് അതെ റഷീദ് മാഷ് എക്സ്പേർട്ടാ, അപ്പം ആളുടെ അടുത്ത് പോയിട്ടാണ് പഠിക്കുക. പിന്നെ ഗാനാലാപനം അതെ എൻ്റെ പാട്ട് മാഷ് സാഗർ സാർ ആളാണ് ട്യൂൺ ചെയ്തത്. പിന്നെ ലിറിക്സ് ഞങ്ങളുടെ സ്കൂളിലെ സംസ്കൃത മാഷ് ഹരി സാർ. പിന്നെ അഷ്ടപതി തൃശ്ശൂർ പോയിട്ടാണ് ശങ്കരനാരായണൻ സാറിൻ്റെ അടുത്ത് പോയിട്ടാണ് പഠിക്കുന്നത്. വളരെ സന്തോഷം, അഭിമാനം ഒരു അമ്മ എന്ന നിലയ്ക്ക്. കാരണം 4 വയസ്സ് തൊട്ട് പാട്ട് പഠിക്കുന്ന ആളാണ്. അന്ന് ചെറുപ്പം തൊട്ടേ ആ പാട്ടിനോടുള്ള ഇഷ്ടം അറിഞ്ഞിട്ട് നമ്മളതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് തിരുവില്ലാമലയിൽ വീടുള്ള ഞങ്ങൾ ആലത്തൂർ ഇവിടെ ഇത്രയും ദൂരെ കൊടുന്ന് മോളെ ചേർത്ത് തന്നെ അവൾക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അത് കറക്റ്റായിട്ട് അവൾക്ക് അത് കിട്ടി എന്നുള്ളതാണ് ആ സ്കൂളിൽ വന്നേ. പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, 8ലും 9ലും പോയി. പക്ഷെ ഇൻഡിവിജ്വൽ ഈ വർഷമാണ്, അതും അടിച്ചപ്പോൾ 3 എണ്ണത്തിലും ഒരുമിച്ച് ഫസ്റ്റ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരെയും സ്കൂളിലെ ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പാളെയും ഒക്കെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരോടുള്ള സ്നേഹം ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അനഘയുടെ ടീച്ചർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ കുട്ടി ഞങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അവളെ സംബന്ധിച്ചിടത്തോളം 3 ഗ്രൂപ്പായിട്ടും 3 ഇൻഡിവിജ്വലായിട്ടും ഒരേ രീതിയിലാണ് അവൾ കൊണ്ടുപോയിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഓരോ കറക്ഷൻസ് കൊടുക്കുമ്പോഴും വളരെ നല്ലൊരു മനസ്സോടുകൂടി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി പേരൻസിനോടാണ് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുന്നത്. കാരണം ഏത് വിധേനയും സൺഡേ സാറ്റർഡേ എന്നൊന്നും ഇല്ലാതെ പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും എല്ലാം കൂടി അവർ ഞങ്ങളെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടുകയും തിരിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളുടെ കൂടെ നിന്ന പാരന്റ്സ്, അതുപോലെ തന്നെ എക്സ്പേർട്സ് എല്ലാവരോടും സ്കൂളിന്റെ പേരിലും ആസ് എ കൺസേൺ ടീച്ചർ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞങ്ങൾ നന്ദി പറയുകയാണ്. CCN പാലക്കാട്. LDF പെരിന്തൽമണ്ണയിൽ മുനിസിപ്പൽ റാലിയും പൊതുയോഗവും നടത്തി. നാടൻ കലാരൂപങ്ങളെ അണിനിരത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അൽസലാമ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ചെറുകാട് കോർണറിൽ സമാപിച്ചു. തുടർന്നു നടന്ന പൊതുയോഗം KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെടുമായിരുന്നില്ല. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. ഇടമൺ കൊച്ചി പവർ ഹൈവേ പ്രയോഗവൽക്കരിക്കപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് തീർന്നു. നമ്മുടെ വിദ്യാലയങ്ങൾ മുഴുവൻ പരിഷ്കരിച്ചില്ലേ, അഭിവൃദ്ധിപ്പെടുത്തിയില്ലേ? സർക്കാർ വിദ്യാലയങ്ങൾ ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടമായി മാറിയത് കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിലല്ലേ? പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു മൂത്രപ്പുര ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്നു? പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി. ആ കെട്ടിടങ്ങളോടനുബന്ധിച്ച് ആവശ്യത്തിന് ടോയ്ലറ്റുകൾ ഉണ്ടായി. വിദ്യാലയങ്ങൾ മുഴുവൻ അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളിലേക്ക് മാറി. 10 ലക്ഷം കുട്ടികളാണ് 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ തിരിച്ചെത്തിയത്. നമ്മളൊക്കെ ഗവൺമെന്റ് വിദ്യാലയത്തിൽ പഠിച്ചവരാണല്ലോ, എയ്ഡഡ് സ്കൂളിൽ പഠിച്ചവരാണല്ലോ. നമ്മൾ പഠിക്കുന്ന കാലത്ത് സർക്കാർ വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഉണ്ടായിരുന്നു.
നഗരസഭാ അധ്യക്ഷൻ പി ഷാജി അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ, LDF നേതാക്കളായ ഹംസ പാലൂർ, PD തോമസ്, ബൂട്ടോ ഉമ്മർ, K രാധാമോഹൻ, MM മുസ്തഫ, TK ജയൻ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത് 17 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിന്റെ പേരിലെന്ന് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ മുഹമ്മദ് അലി നിലവിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ M സ്വരാജ് മര്യാദ പഠിപ്പിക്കേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണിയിൽ ഓടിക്കൊണ്ടിരുന്ന പുതിയ മഹീന്ദ്ര താർ വാഹനം തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചു. ശനിയാഴ്ച വൈകുന്നേരം ഏകദേശം 4:30 സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. LDF പെരിന്തൽമണ്ണയിൽ മുനിസിപ്പൽ റാലിയും പൊതുയോഗവും നടത്തി. നാടൻ കലാരൂപങ്ങളെ അണിനിരത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അൽസലാമ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ചെറുകാട് കോർണറിൽ സമാപിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.